ശ്രീ അനിൽ ആന്റണി, എന്തായാലും CSDS-ന്റെ മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു അവർക്ക് തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തതിൽ പിശക് പറ്റി എന്നുള്ളത്. ഇത്രയും ദിവസം ഏകദേശം 9 ദിവസത്തോളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ബീഹാറിലടക്കം വലിയ പ്രചാരണം നടത്തുകയായിരുന്നു. പക്ഷേ ആ പഠനം നടത്തിയ ഏജൻസി തന്നെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നു. ഇനി രാഹുൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്ന് പറയേണ്ടതല്ലേ ശ്രീ അനിൽ ആന്റണി? വളരെ നന്ദി. ഇന്ന് CSDS പറഞ്ഞതിൽ വലിയ അതിശയിക്കാനൊന്നുമില്ല. കാര്യം 2014 തൊട്ട് ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് അവർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പിന്നെയും പിന്നെയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2019 തന്നെ അദ്ദേഹം റാഫേൽ എന്നും പറഞ്ഞ് കുറെ നാൾ നടന്നു. പക്ഷെ സുപ്രീം കോർട്ട് തന്നെ അത് തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ ജനത 2019 ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന് ഈ മോഡേൺ എറയിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയം കൊടുക്കുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ആദ്യം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരും EVM-നെ ആയിരുന്നു കുറ്റപ്പെടുത്താൻ നടന്നത്. ഇനിയിപ്പോൾ അതും അതിലൊരു സത്യാവസ്ഥയുമില്ലെന്ന് എല്ലാവർക്കും തിരിച്ചറിഞ്ഞതോടെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പല സ്ഥലങ്ങളിലും പോയി ഇലക്ഷൻ കമ്മീഷനെതിരെ സംസാരിക്കുന്നു. വാസ്തവ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിന് പല ഇപ്പം വിദേശ ശക്തികളും അതുപോലെ വിദേശ ശക്തികൾ ഇന്ത്യയെ ബലഹീനമാക്കാനും അതുപോലെ ഇന്ത്യയിൽ ഇവിടെ ഒരു പല രീതിയിലും ഡീസ്റ്റെബിലൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഒരുപാട് പേരുമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി കൈകോർക്കുന്നു. അത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനങ്ങളിലൊന്നായ ഇലക്ഷൻ കമ്മീഷനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ്സിലൊന്നായ ഈ CSDS തന്നെ ഇപ്പൊ പറയുന്നു ഇപ്പൊ മഹാരാഷ്ട്രയെ കുറിച്ച് പറഞ്ഞതിൽ ഒരു വാസ്തവമില്ലെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും അതുപോലെ ദേശീയ തലത്തിലും എല്ലാം രാഹുൽ ഗാന്ധി ഒരു തെറ്റായ ഒരു നറേഷൻ, അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തെറ്റായ നറേഷൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം വാസ്തവവിരുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ഗണേഷ് കുമാർ തന്നെ വളരെ വ്യക്തമായി ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യൻ ജനത വളരെ വ്യക്തമായി വീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനതയ്ക്ക് ഇലക്ഷൻ കമ്മീഷനിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന സർക്കാർ ഇന്നത്തെ കാലത്ത് എല്ലാ സ്ഥാപനങ്ങളെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരവരുടെ ചുമതല ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യ ഇന്ന് ഡെമോക്രസിയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ്, ഡെമോക്രസിയാണ്. അപ്പോൾ ഇതിനെയെല്ലാമാണ് ഇന്ന് രാഹുൽ ഗാന്ധി തുടർച്ചയായി ഇലക്ഷനുകൾ തോൽക്കുമ്പോൾ 2014, 2019, 2024 അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഹരിയാന ആയാലും ഇവിടെ എല്ലാം പരാജയപ്പെട്ട് ഇന്ന് വിഭ്രാന്തി പൂണ്ട് ഇന്ന് ഇന്ത്യൻ സ്ഥാപനങ്ങളെ ബലഹീനമാക്കാനും അതുപോലെ തന്നെ ഇന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകൾ അതിനെ ക്രെഡിബിലിറ്റി കുറച്ച് ഇന്ന് ഇന്ത്യൻ ജനതയെ തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നത്. ഇതെല്ലാം വളരെ തെറ്റായ കാര്യങ്ങളാണ്. ഇന്നലെ CSDS മാപ്പ് പറഞ്ഞതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും മാപ്പ് പറയേണ്ടത് തന്നെയാണ്. ഇന്ന് അതിന് പകരം അദ്ദേഹം ബീഹാറിൽ പോയി ഒരു യാത്ര നടത്തുകയാണ്. എലക്ഷൻ അട്ടിമറിച്ചു എന്ന് പറഞ്ഞൊരു യാത്ര. ഇതെല്ലാം വെറും ബീഹാർ ഇലക്ഷൻ കണ്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തെരഞ്ഞെടുപ്പിന്റെ നയങ്ങളാണ്. പക്ഷെ ഇതെല്ലാം അദ്ദേഹം മാറ്റിവെച്ച് അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള തെറ്റുകൾക്ക് മാപ്പ് പറയണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്.